Hi all, welcome to Catalyst Education. This video we will discuss receipts and payments account question. Okay? We will a question. From the following particulars, Nehru Club prepare receipts and payments account for the year ended 31st December 2022. Okay? We will check opening cash balance and opening bank balance. ഒരു പ്രശ്നമില്ല രണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷും ബാങ്കും നമ്മൾ സെപ്പറേറ്റ് റെസിപ്റ്റിൽ കാണിക്കുക ഓക്കെ അതേപോലെ സബ്സ്ക്രിപ്ഷന് 3 വർഷത്തെ ഉണ്ട് അല്ലേ 2020 ഉണ്ട് 21 ഉണ്ട് 22 ഉണ്ട് അല്ലേ ദെൻ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഉണ്ട് പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ് ഉണ്ട് സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫർണിച്ചർ പർച്ചേസ് ഗ്രാൻഡ്സ് റിസീവ്ഡ് റെന്റ് പെയ്ഡ് സാലറി പെയ്ഡ് ഓഫീസ് എക്സ്പെൻസ് ഡൊണേഷൻ റിസീവ്ഡ് ടൂർണമെന്റ് എക്സ്പെൻസ് സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് entrance fee received, hall rent received, admission fee received, then closing balance of cash. But we payments and receipts നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അതിൽ സബ്സ്ക്രിപ്ഷൻ മാത്രം 3 ഇയേഴ്സിന്റെ തന്നിട്ടുണ്ട് അത് വേറൊന്നുമല്ല 3 ഇയേഴ്സിന്റെ എമൗണ്ടും ഈ ഇയറിൽ കിട്ടിയാൽ ഈ ഇയറിൽ റെക്കോർഡ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് ആ സബ്സ്ക്രിപ്ഷൻ 3 ഇയേഴ്സ് ആയിട്ട് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാം നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കാം അല്ലേ എന്താ ഹെഡിങ് Receipts and payments account for the year ending. The debit side ആണ് the credit side ആണ് സാധാ cash book in the format, right? Heading എന്താണ് Receipts and payments account for the year ending 31st December 2022. ഇതാണ് നമ്മളുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഹെഡിങ് ആയിട്ട് കൊടുക്കാം അതിൽ ഡെബിറ്റ് സൈഡ് നമുക്കറിയാം റെസിപ്റ്റ് സൈഡ് ആണല്ലേ നമ്മൾ റെസിപ്റ്റ്സ് എമൗണ്ട് ഇവിടെ ഏതാ വരാം പേയ്മെന്റ് ആണല്ലേ പേയ്മെന്റ്സ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ രണ്ട് ബാലൻസ് നമുക്ക് അവൈലബിൾ ആണ് ക്യാഷ് ബാലൻസും ഉണ്ട് ബാങ്ക് ബാലൻസും ഉണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് അല്ലേ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷിന്റെ വാല്യൂ ആദ്യം ചെയ്താൽ അല്ലെ ക്യാഷിന്റെ എത്രയാണ് 2000 അതേപോലെ ബാലൻസ് ബ്രോഡ് ഓൺ ബാങ്ക് വാല്യൂ 4300 അപ്പൊ നമുക്ക് ക്യാഷും ബാങ്കും ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി രണ്ടും റെസിപ്റ്റ് സൈഡിൽ എത്ര എന്നുള്ളത് കൊടുക്കുക ക്യാഷ് എത്രയാണ് ബാങ്ക് എത്രയാണ് ഓക്കെ ദെൻ സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ സബ്സ്ക്രിപ്ഷൻ എന്താ ചെയ്യാം ആ 3 വർഷത്തോ നമ്മൾ എന്ത് ചെയ്യണം എടുക്കേണ്ടതുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ 3 ഇയേഴ്സിന്റെ വാല്യൂ ആഡ് ചെയ്യാം ഓക്കെ ആ 3 ഇയേഴ്സിന്റെയും എമൗണ്ട് റിസീവ് ചെയ്യുന്നത് 2022 ആ 3 ഇയേഴ്സിന്റെ എമൗണ്ടും നമ്മൾ ഈ വർഷത്തെ റെസിപ്റ്റ്സിൽ എന്ത് ചെയ്യണം കാണിക്കേണ്ടതുണ്ട് അല്ലെ അപ്പൊ ഏതൊക്കെ ഇയർ ആണ് 2020 1500 then 2021 800 then ഈ ഇയർ അല്ലെ കറണ്ട് ഇയർ എത്രയാണ് 2022 2000 ഇതെല്ലാം കൂടി ആഡ് ചെയ്യും ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്രയാണോ വരുന്നത് അതാണ് എഴുതേണ്ടത് അല്ലെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 4300 ഇതാണ് നമ്മളെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ അല്ലെ ഈ വർഷം നമുക്ക് കിട്ടിയ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് റൈറ്റ് ദെൻ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഇതും എവിടെ വരാം സെയിൽ ആയതുകൊണ്ട് റെസിപ്റ്റിലാ വരാം അല്ലെ എന്ത് പറഞ്ഞിട്ട് ചെയ്താ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ എത്ര വാല്യൂ വരുന്നത് 400 അല്ലെ ഓക്കെ നമ്മൾ ഓരോന്നായിട്ട് എടുക്കാം റെസിപ്റ്റ്സ് ഒക്കെ ഡെബിറ്റിൽ അല്ലെ റെസിപ്റ്റ് സൈഡിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന എക്സ്പെൻഡിച്ചർ അല്ലെ പേയ്മെന്റ്സ് ഒക്കെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ പേയ്മെന്റ്സ് തന്നെയാണ് ഹെഡിങ് കൊടുക്കുക റൈറ്റ് നെക്സ്റ്റ് നോക്ക് പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ് അല്ലെ എവിടെ വരാം പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ് പേയ്മെന്റ് സൈഡിൽ ഓക്കെ പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ്സ് എമൗണ്ട് 600 അല്ലെ പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ആണ് സ്പോർട്സ് മെറ്റീരിയൽ 5200 സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ആണ് പേയ്മെന്റ് സൈഡിൽ എടുക്കുക അല്ലെ ദെൻ ഫർണിച്ചർ പർച്ചേസ്ഡ് അതും പേയ്മെന്റ് ആണ് ഫർണിച്ചർ പർച്ചേസ്ഡ് അല്ലെ അതും നമ്മൾ എവിടെ എടുക്കാം ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട് എവിടെ എടുക്കാം പേയ്മെന്റ് സൈഡിൽ എത്രയാണ് 1700 അല്ലെ ദെൻ ഗ്രാൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസിപ്റ്റ് ആണ് അല്ലെ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ഗ്രാൻഡ്സ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് സൈഡിൽ ഈ വാല്യൂ റെക്കോർഡ് ചെയ്യുക എത്ര നമുക്ക് തന്ന എമൗണ്ട് നോക്ക് 1500 ഓക്കെ ദെൻ റെന്റ് പെയ്ഡ് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എടുക്കുക റെന്റ് എന്ന് പറഞ്ഞിട്ട് വേണം
ചെയ്യാൻ. ഓക്കെ, റെന്റ് പെയ്ഡ് എത്രയാണ്? 4000. ദെൻ സാലറി പെയ്ഡ് പേയ്മെന്റ് ആണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് അഗെയിൻ എടുക്കുന്നത്. സാലറി പെയ്ഡ് 2200. അഗെയിൻ ഓഫീസ് എക്സ്പെൻസ് അല്ലെ, ഓഫീസ് എക്സ്പെൻസ് ആണ്, അതും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാം? ഓഫീസ് എക്സ്പെൻസും നമ്മൾ ക്രെഡിറ്റ് ലൈനാണ് റെക്കോർഡ് ചെയ്യുക അല്ലെ. പേയ്മെന്റ് സൈഡിലാണ് വരുന്നത്. 750 ആണ് ആൻസർ. ഓക്കെ, ദെൻ ഡൊണേഷൻ റിസീവ്ഡ് ആണ് അല്ലെ. ഡൊണേഷൻ റിസീവ്ഡ് നമുക്കറിയാം റെസിപ്റ്റ് സൈഡിലെ വരാം. നമുക്ക് കിട്ടുന്നൊക്കെ റെസിപ്റ്റ് ആണ് അല്ലെ. റിസീവ്ഡ് എന്ന് കാണുന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? റെസിപ്റ്റ് സൈഡിലൊക്കെ ചെയ്ത്. ഓക്കെ, ഡൊണേഷൻ റിസീവ്ഡ് എത്ര എമൗണ്ട് നോക്ക്? ഡൊണേഷൻ റിസീവ്ഡ് 3750, റൈറ്റ്. ദെൻ ടൂർണമെന്റ് എക്സ്പെൻസ് ആണ് അല്ലെ. ടൂർണമെന്റ് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് സൈഡ്, പേയ്മെന്റ് സൈഡ്. ഓക്കെ, അപ്പോൾ പേയ്മെന്റ്സ് ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് സൈഡിലാണ് ഈ പറഞ്ഞ ഐറ്റം വരാന്നുള്ളത് അല്ലെ. നെക്സ്റ്റ് നോക്ക്, സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടാണ് അല്ലെ. അപ്പൊ അത് റെസിപ്റ്റ് സൈഡിലാണ്. സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാണ്, റൈറ്റ്. സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്സ് എത്ര എമൗണ്ട്? 850. ഓക്കെ, ദെൻ എൻട്രൻസ് ഫീ റിസീവ്ഡ്, അതും ഇൻകം ആണ് അല്ലെ. എൻട്രൻസ് ഫീ നമുക്ക് കിട്ടിയതാണ്. എൻട്രൻസ് ഫീ റിസീവ്ഡ്, എൻട്രൻസ് ഫീ റിസീവ്ഡ് അല്ലെ. എത്ര തന്നത്? എൻട്രൻസ് ഫീ റിസീവ്ഡ് 1500. ഓക്കെ, ദെൻ ഹോൾ റെന്റ് റിസീവ്ഡ്, അതും നമുക്ക് ഇൻകം ആണ് അല്ലെ. നമ്മൾ എന്ത് പറഞ്ഞിട്ട് ചെയ്താൽ? ഹോൾ റെന്റ് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് വരുന്നത്? റിസീവ്ഡ് എന്ന് കാണുന്നൊക്കെ റെസിപ്റ്റ് ആണ് അല്ലെ, 1000. ദെൻ ലാസ്റ്റ് അഡ്മിഷൻ ഫീ റിസീവ്ഡ്, അഡ്മിഷൻ ഫീ റിസീവ്ഡ് അല്ലെ. അഡ്മിഷൻ ഫീ എമൗണ്ട് 1200. ഓക്കെ, നമ്മളിപ്പോ എന്താ ചെയ്തത്? റെസിപ്റ്റ്സ് ഒക്കെ നമ്മൾ എവിടെ കൊണ്ട് എഴുതി? റെസിപ്റ്റ് സൈഡിൽ എഴുതി അല്ലെ. നമുക്കറിയാം റെസിപ്റ്റ് സൈഡും പേയ്മെന്റ് സൈഡും ആണുള്ളത്. റെസിപ്റ്റ്സ് ഫുള്ള് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ, റിസീവ്ഡ് എന്ന് കാണുന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ്, അത് നമ്മൾ റെസിപ്റ്റിൽ എഴുതാം. അതേപോലെ പർച്ചേസ് പെയ്ഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെന്റ് സൈഡിൽ അല്ലെ. ഇനി ക്ലോസിംഗ് ബാലൻസ് എവിടെ വരാം? നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെസിപ്റ്റിലാണ് എഴുതുന്നത്, റൈറ്റ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എവിടെ എഴുതാം? റെസിപ്റ്റിലാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എവിടെ എഴുതാം? ക്ലോസിംഗ് ബാലൻസ് എഴുതാം, ബാലൻസ് ക്യാരിഡ് ഓൺ എഴുതാം, റൈറ്റ്. ക്ലോസിംഗ് ബാലൻസിൽ ക്യാഷ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എത്രയാണ് ക്യാഷ് നമുക്ക് തന്നിട്ടുള്ളത്? 500 ആണ്, റൈറ്റ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? ബാങ്ക് ബാലൻസ് ആണ്. നമുക്ക് എറ്റ് എ ടൈമിൽ രണ്ട് ഐറ്റത്തിന്റെ ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല, റൈറ്റ്. ഒരു ലെഡ്ജർ വരച്ചാൽ ഒരു മിസ്സിംഗ് ഫിഗർ അല്ലെങ്കിൽ ഒരു ബാലൻസിങ് ഫിഗർ നമുക്ക് കിട്ടാം. അതിൽ ക്യാഷ് എത്ര ബാങ്ക് എത്ര നമുക്കറിയാം ഇല്ല. അപ്പൊ ഏതെങ്കിലും ക്യാഷും ബാങ്കും ഒപ്പരം തരാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ ബാലൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ക്വസ്റ്റ്യനിൽ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാഷ് ബാലൻസ് അവൈലബിൾ ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഏതാ? ബാങ്ക് ബാലൻസ് ആണ്. ഇതാണ് നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമ്മൾ സാധാ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന പോലെ ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യാം അല്ലെ. എത്ര വരുന്നത്? 2000 ഉണ്ട് പ്ലസ് 4300, അഗെയിൻ 4300 പ്ലസ് 400 പ്ലസ് 1500 പ്ലസ് 3750 പ്ലസ് 850 പ്ലസ് 1500 പ്ലസ് 1000 പ്ലസ് 1200 വരുന്നത് 20,800. ഇതാണ് ടോട്ടൽ വരുന്നത് അല്ലെ. അത് നമ്മൾ രണ്ട് സൈഡിലൊക്കെ നമുക്ക് അറിയാം ഇതെങ്ങനെ ബാലൻസ് ചെയ്യാന്ന്, റൈറ്റ്. 20,800 രണ്ട് സൈഡിലൊക്കെ എഴുതി. എന്നിട്ട് പേയ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം അല്ലെ. ഏതൊക്കെയാണ്? 600 ഉണ്ട്, 5200, 1700, 4000, 2200, 750, 2500, 500. നമുക്ക് ബാലൻസ് കിട്ടുന്നത് 3350 ആണ്. ഇതാണ് നമ്മളുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തത്, ഇതാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി സിമ്പിൾ ആണ്. സാധാ ക്യാഷ് ബുക്ക്. ഇപ്പൊ ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വലിയ ടൈം വേണ്ടി വന്നില്ല, ചെറിയ ടൈം മതി അല്ലെ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ കാര്യമായിട്ട് ഒന്നും ശ്രദ്ധിക്കാനില്ല. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ റിസീവ്ഡ് എന്ന് പറയുന്നതൊക്കെ, റെസിപ്റ്റ് എന്ന് കാണുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്റ്റ് സൈഡിൽ ഡെബിറ്റിൽ എഴുതിയാൽ മതി, റൈറ്റ്. ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞിട്ട് ഓരോ റെസിപ്റ്റ്സ് 1 by 1 എഴുതാം. ഇനി പേയ്മെന്റ് സൈഡിലേക്ക് വന്നാൽ പർച്ചേസ് പെയ്ഡ് എന്നൊക്കെ പറയുന്ന പേയ്മെന്റ് സൈഡ് ചെയ്യുക. എന്നിട്ട് സാധാ പോലെ ബാലൻസ് ചെയ്താൽ നമുക്കിപ്പോൾ ഉള്ള ക്ലോസിംഗ് ബാലൻസ് കിട്ടും അല്ലെ. ഇപ്പൊ ഈ ക്വസ്റ്റിൽ ക്യാഷും ബാങ്കും ഉണ്ടായത് കൊണ്ട് ഒരു ബാലൻസ് ക്ലോസിംഗ് തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് ബാങ്ക് ബാലൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ചെയ്യുന്നുള്ളൂ, അതേ നമുക്ക് ആവശ്യമുള്ളൂ, അത്രയിൽ കണ്ടന്റ് ഉള്ളൂ അല്ലെ. അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.